ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാറാണ്. നമുക്ക് കല്യാണ വീടുകളിലും അതുപോലെ തന്നെ ഓണം, വിഷു, പെരുന്നാൾ, ക്രിസ്മസ് ഇതൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് തലേ ദിവസം ഉണ്ടാക്കി പിറ്റേ ദിവസം നമുക്ക് എടുത്ത് കൂട്ടാൻ പറ്റിയ രീതിയിലുള്ള ഒരു എളുപ്പത്തിലുള്ള ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതിപ്പോൾ ഒരു അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. ഏത് മാങ്ങ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം മാങ്ങ ആദ്യം ഒന്ന് കഴുകി ഉണങ്ങിയ തുണി കൊണ്ടൊന്ന് തുടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ എടുക്കുന്ന പാത്രമായാലും കത്തിയായാലും എല്ലാം നനവില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണേ. അതിനുശേഷം നമ്മൾ തുടച്ചൊക്കെ മാറ്റി വെച്ചിട്ടുള്ള മാങ്ങ ഒന്ന് പൂണ്ടിടുന്നുണ്ട്. അതിനുശേഷമാണ് കേട്ടോ ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കുന്നത്. കൊത്തി അരിഞ്ഞ് എടുക്കുകയാണ്. അധികം കനമില്ലാതെ കനം കുറച്ച് വേണം കേട്ടോ അരിയാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിക്ക് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അധികം വലിയ കഷ്ണങ്ങളൊന്നും ആവരുത്. അപ്പോൾ ഞാൻ മാങ്ങയൊക്കെ ഒന്ന് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ മാങ്ങേൻ്റെ തൊലി കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് അച്ചാറിടുമ്പം അതിനി എത്ര തൊലിക്കട്ടിയുള്ള മാങ്ങയാണെങ്കിലും അതിൻ്റെ തൊലി കളയേണ്ടതില്ല കേട്ടോ. തൊലിയോടുകൂടി കടിക്കുമ്പോഴാണ് ഈ അച്ചാറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടുക. നമുക്ക് അച്ചാറിന് ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്ത മാങ്ങയൊക്കെ ഒന്ന് കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള അച്ചാർ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ എണ്ണയിലേക്കൊന്നല്ല ഇടുന്നത്. അപ്പം നമുക്ക് ഈ മാങ്ങയിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് നമ്മുടെ എരിവിനും രുചിക്കും ആവശ്യത്തിനുള്ള അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഈസ്റ്റേണിൻ്റെ അച്ചാർ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ഒരല്പം മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ കൂടുതലായിട്ട് നമുക്ക് വേണ്ടത് ഉപ്പാണ് കേട്ടോ. അച്ചാറൊക്കെ ആകുമ്പം ഒരല്പം ഉപ്പ് മുന്നിട്ട് നിൽക്കണമല്ലോ. അപ്പം ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ആവശ്യമാണെങ്കിൽ മാത്രം ഒരല്പം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതെല്ലാം നല്ല എരിവ് വേണ്ടവരാണെങ്കിൽ സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ അവസാനമായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ കായപ്പൊടിയാണ്. കായപ്പൊടിയും ഒന്നിനും കൃത്യമായിട്ടുള്ള ഒരളവ് ഞാൻ പറയുന്നില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാത്തിൻ്റെയും ടേസ്റ്റ് കൂടുതൽ വേണ്ടവർക്ക് അതനുസരിച്ചിട്ടും, അതൊന്നും വേണ്ട എല്ലാം കുറവ് മതിയെങ്കിൽ അതനുസരിച്ചിട്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ഈ മസാലപ്പൊടികളും ഒക്കെ ഒന്ന് ചേർത്ത് ഈ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിച്ചൊരു 2 മണിക്കൂറൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ 2 മണിക്കൂർ ഇരിക്കുമ്പോഴേക്കും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പൊക്കെ ഒന്ന് അലിഞ്ഞ് ഈ മാങ്ങയിലേക്ക് ഉപ്പും മസാലയും എരിവും ഒക്കെ ഒന്ന് പിടിക്കും കേട്ടോ. അപ്പോൾ അതൊരു 2 മണിക്കൂർ മാറ്റി ഞാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം 2 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഇരുമ്പിൻ്റെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്ന ശേഷം അതിലേക്ക് എള്ളെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള കടുകും ഉലുവയും ചേർത്ത് കൊടുത്തു. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇത്രയും ഒന്ന് ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ. അതൊന്ന് നന്നായി മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് നന്നായിട്ട് നല്ലെണ്ണയിൽ കിടന്നിട്ടൊന്ന് നന്നായി മൂത്ത് വരട്ടെ കേട്ടോ. ഇവിടെ എള്ളെണ്ണാന്നും നല്ലെണ്ണാന്നും ഒക്കെ പറയൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നല്ലെണ്ണ എന്നുള്ളത് ഉപയോഗിച്ചത്. നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയുമോ? അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാൻ മറക്കരുതേ. അതോടൊപ്പം വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. നമ്മൾ എള്ളെണ്ണയിൽ കിടന്ന് നമ്മുടെ സാധനങ്ങൾ ഇതൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നായി മൂത്ത് മുരിഞ്ഞ് ഗോൾഡൻ കളറൊന്നും ആവണ്ട, ഒരു 1/4 മൂപ്പായാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ മാറ്റി വെച്ചിട്ടുള്ള മാങ്ങ 2 മണിക്കൂർ മാറ്റി വെച്ചിട്ടുള്ള മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണ താളിച്ചത് ചൂടോടുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
സമയത്ത് ഞാൻ വെള്ളമോ വിനാഗിരി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. മാങ്ങ മാത്രം മസാല ചേർത്ത് വെച്ചതായിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാം. എണ്ണ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിലൊന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ അച്ചാറിൽ നമ്മൾ മാങ്ങ ചൂടാക്കുന്നൊന്നുമില്ല കേട്ടോ. അടുപ്പത്ത് വെച്ച് വഴറ്റി ചൂടാക്കിയൊന്നും ചെയ്യുന്നില്ല. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇടുന്നതല്ലേ. അപ്പോൾ ആ മാങ്ങ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിലേക്ക് അല്പം വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ട വിനാഗിരി ഒന്നും ചേർക്കാതെ ഇങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഡബ്ബയിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ചില്ലുകുപ്പിയിലേക്ക് മാറ്റി നമുക്ക് എടുത്ത് വെക്കാം. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ 1 മാസം വരെയൊക്കെ പുറത്തിരിക്കും. ഇനി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 1 വർഷത്തോളം ഇപ്പം ഒന്നും കേടൊന്നും കൂടാതെ ഇരിക്കും കേട്ടോ. അപ്പം ഞാനിവിടെ ഒരല്പം ഗ്രേവി വേണ്ടതുകൊണ്ട് ഒരല്പം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യമില്ലാത്തവരാണെങ്കിൽ ചേർത്ത് കൊടുക്കുകയും വേണ്ട കേട്ടോ. പിന്നെ ഉലുവയും കടുകും പൊടിച്ച പൊടി ഉണ്ടെങ്കിൽ അതും ഈ സമയത്ത് ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഉലുവയും കടുകും പൊടിച്ച പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ മാങ്ങ അച്ചാർ. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ ബൈ.